ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ലജ്നത്തുദ്ദായിമ എന്ന് പറയുന്ന സൗദിയിലെ പണ്ഡിത സമിതിയുടെ ഒരു ഫത്വ ഇവിടെ വായിച്ച് ആളുകളെ അതിന്റെ അടിയിൽ സക്കരിയ സലാഹിനോട് ഒപ്പിടാൻ പറഞ്ഞു. പ്രമുഖരായ 6 പണ്ഡിതർ ഒപ്പിട്ടതിന് താഴെ ഒപ്പിടാൻ സക്കരിയ സലാഹി വിസമ്മതിച്ചു. ആ ഫത്വയിൽ ഒപ്പിടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആ ഫത്വ ഇവിടെ KJUവിന്റെ തീരുമാനത്തിനടിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നിലപാടിനെ സാധൂകരിക്കുന്ന ഫത്വ ഇതാണ്, അതുകൊണ്ട് ഒപ്പിടാത്തത്. ആ നിലപാടിനെ ആ ഫത്വ സാധൂകരിക്കുന്നില്ല. ആ ഫത്വയിൽ പറയുന്നത് റുഖിയ നടത്തുന്ന ഒരാൾ സിഹ്ർ കണ്ടെത്തി പുറത്തെടുക്കാനും ജിന്നിനോട് സഹായം തേടാൻ പാടുണ്ടോ? അതുപോലെ തന്നെ മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ എവിടെയൊക്കെയാണ് എന്ന് അന്വേഷിച്ചു വരാൻ വേണ്ടി ജിന്നിനോട് സഹായം തേടാൻ പാടുണ്ടോ റുഖിയ നടത്തുന്ന ആൾക്ക്? അപ്പൊ ലജ്ന ഫത്വ കൊടുത്തു, അത് ശിർക്കാണ്, അത് ഇബാദത്തായ ഇസ്തിആനത്താണ്, അത് ശിർക്കാണ്, പാടില്ലാത്തതാണ്. എന്നിട്ട് തെളിവും കൊടുത്തു, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അപ്പൊ തന്നെ മനസ്സിലാക്കാലോ, സാധാരണ സഹായം ചോദിക്കലല്ല, ഇബാദത്തിന്റെ ഭാഗമായി ഇസ്തിആനത്താണ്. അതിനൊരു വാചകം എടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കാം. അമ്മൽ ജിന്നു ഫഹുക്മു ഹാദിരിഹിം കഗായിബിഹിം. ജിന്ന് അവർ ഹാദിറിന്റെ ഹുക്മ തന്നെയാണ് ഗായിബിനും. ഏത് വിഷയത്തിൽ? ഗൈബിയായ വിഷയത്തിലാണോ സഹായം ചോദിക്കുന്നത്, അവിടെ ഹാദിറിനോട് ചോദിച്ചാലും ശിർക്കാണ്, ഗായിബിനോട് ചോദിച്ചാലും ശിർക്കാണ്. അപ്പൊ അവരുദ്ദേശിക്കാത്ത അർത്ഥത്തിൽ ജമിയത്തിലുള്ള ആ ഫത്വയെ ഉപയോഗിച്ചപ്പോൾ അതിന്റെ അടിയിൽ ഒപ്പിടാൻ ഞാൻ വിസമ്മതിച്ചു എന്നതാണ് വാസ്തവം. യാ ഇബാദല്ലാഹ് ശിർക്കാണെന്ന് അതിൽ കിട്ടൂല. യാ ഇബാദല്ലാഹ് എന്ന വിളിയിൽ ശിർക്കില്ല എന്ന് ഇബ്നു ബാസ് പറഞ്ഞിരിക്കുന്നു. ഈ ഇബ്നു ബാസ് തന്നെ റഈസായ ലജ്ന ഇതിനെതിരെ ഫത്വ കൊടുക്കുമോ? ഇല്ല എന്നതാണ് വാസ്തവം. അതാണ് ആ ഫത്വയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇത് മാത്രാണോ? ഈ ചർച്ച കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് 1980കളിലാണ്. ഒരു സുന്നി മുസ്ലിയാരെ പ്രസംഗത്തെ സംബന്ധിച്ചൊരു ചോദ്യം ശബാബിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ യാ ഇബാദല്ലാഹ് ഗൈനൂനി എന്ന് വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ എന്ന് കേട്ടോളൂ. വിജനമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ യാ ഇബാദല്ലാഹ് ഗൈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് പറയണം. മഹാനായ പ്രവാചകൻ സാസം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുഹദ്ദിസുകളായ ആളുകൾ യാ ഇബാദല്ലാഹ് എന്നതിനെ മരിച്ചുപോയ സജ്ജനങ്ങളായ മുഅ്മിനുകളായ ആളുകളുടെ ആത്മാക്കളാണ് റസൂൽ സാസം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിലൊക്കെ ആവുമ്പോൾ പിശാചുക്കളെ വിഹാര കേന്ദ്രമാണ്. അവരിൽ ജിന്നുകളിൽപ്പെട്ട നല്ല വിഭാഗം ഉണ്ടാവും. അവരെയാണ് വിളിക്കുന്നത്. അവർ സഹായത്തിനെത്തും. ആ നിലക്ക് അള്ളാന്റെ അടിമകൾ വിളിച്ചു പ്രാർത്ഥിക്കണമെന്നാണ് ജിന്ന് സത്യവും മിഥ്യയും എന്ന മുസ്ലിയാര പ്രസംഗത്തിൽ നിന്ന് ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? ഇത് ശബാബിന് വന്ന ചോദ്യമാണ്. KP മുഹമ്മദ് മൗലവിയും ഉമർ മൗലവിയും KN ഇബ്രാഹിം മൗലവിയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ധാരാളക്കണക്കിന് ശബാബ് കോപ്പി ഉള്ള കാലമാണ്. KP നമ്മുടെ എല്ലാ പ്രസിദ്ധീകരണം അരിച്ചു പെറുക്കി വായിക്കുന്ന കാലമാണത്. ഉമർ മൗലവി ജീവിച്ചിരിക്കുന്ന ശ്രദ്ധിക്കുന്ന കാലമാണത്. അന്ന് ചെറിയ മുണ്ടമാണ് മറുപടി കൊടുത്തത്. എന്താ മറുപടി? വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളിൽ യാതൊരു സംശയത്തിനും ഇടമില്ലാത്തതും വ്യക്തമാക്കിയ കാര്യമാണ് അല്ലാഹു അല്ലാത്തവരും ദുആ ചെയ്യാൻ പാടില്ല എന്നത്. ഇതിനെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ഹദീസോ ഹദീസിന്റെ വ്യാഖ്യാനമോ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാഹുവും അവന്റെ ഗ്രന്ഥത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ വചനത്തിന് താഴെ മാത്രമേ മറ്റേത് വചനത്തിനും ഒരു സത്യവിശ്വാസി സ്ഥാനം കൽപ്പിക്കാൻ പാടുള്ളൂ. എന്നിട്ട് പിന്നെ വിളിക്കുക, സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. യാ ഇബാദി എന്നത് കേവലം വിളിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന അല്ലാഹു അല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല. അപ്പൊ സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല. കാരണം പ്രാർത്ഥനയായി ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളിലൊന്നും സൃഷ്ടികളെ കഴിവിൽപ്പെട്ട് ചോദിക്കുന്നത് കാണുന്നില്ല. ഖുർആൻ നിർവചനം പറയാറില്ല, വിവരിക്കലാണ്. ആ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നതാണിത്. ഇത് 80കളിൽ ചെറിയ മുണ്ട എഴുതിയതാണ്. ആ നിർവചനം സക്കരിയ സലാഹി ഉണ്ടാക്കിയതല്ല. അങ്ങനെ ഒരു നിർവചനം നമ്മൾ കൊണ്ടുവന്നതാണെന്ന് ആക്ഷേപത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇനി കേട്ടോളൂ. ഈ ഹദീസിനെ പറ്റി ഇതിൽ പറയാം. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, വിജന പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള, അതാണ് ഹാലിർ അല്ലേ? ഹലറാജിന് പുതിയ വാക്കുകൊണ്ടൊന്നല്ല, ഉണ്ടാവാനിടയുള്ള, പ്രസന്റ് ആയിട്ടുള്ള. പിന്നെ അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, അതാണ് ഖാദിർ. സഹായം തേടിയാൽ, സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ളൊരു സഹായാർത്ഥന ഇസ്ലാമിന്റെ അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. ഇത് 2001 പുസ്തകമാക്കി ഇറക്കി, സംഘടന വളരുന്നതിന് മുമ്പ്. അപ്പൊ 80കളിൽ വന്നതാണിത്.
ആരും എതിർത്തിട്ടില്ല. അപ്പൊ ആരായി ചർച്ച കൊണ്ടുവന്നത്? 80കളിൽ ചർച്ച വന്നു. 2001 ബുക്കായി, 2005 വീണ്ടും ബുക്കായി. 2004 അത്തൗഹീദ് മാസിക, മടവൂരികൾ പുറത്തിറക്കുന്ന അത്തൗഹീദ് മാസികയിൽ കെ മുഹമ്മദ് സുല്ലമിയുടെ ഒരു ലേഖനം വന്നു. ആ ലേഖനത്തിൽ എന്താണുള്ളത്? മലക്കുകളെ കുറിച്ചുള്ള ലേഖനമാണ്. ആ ലേഖനത്തിൽ പറഞ്ഞു, വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ ഉറക്ക വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അബ്ദുൽ ജബ്ബാറിന്റെ ലേഖനം വന്നപ്പോ അതിന് മറുപടി പറഞ്ഞു നമ്മളിറക്കിയ ഒരു നോട്ടീസ്. ആ നോട്ടീസ് നമ്മൾ എടുത്തു കൊടുത്തു. ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരും, ജന്തുക്കൾ അറിയും, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്ക വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അത്തൗഹീദ് മാസിക 2004 ഏപ്രിൽ. ഇത് കെ മുഹമ്മദ് സുല്ലമി എഴുതിയതാ. തൗഹീദിനു വേണ്ടി കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഓടി നടന്നു പ്രസംഗിച്ച കെ അതിൽ ശിർക്ക് കണ്ടിട്ടില്ല. മലക്കുകളാണെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. വേണ്ട, 2004 നടന്ന മണ്ണാർക്കാട് സംവാദം, അതിൽ അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും സമദിയത്തുമായിട്ട് വന്നു. അന്ന് യാ ഇബാദുള്ള ചോദിച്ചു. അന്ന് ഞാൻ കൊടുത്ത മറുപടി കേട്ടോളൂ നിങ്ങൾ. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക്, ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേർച്ചയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുല അവിടെ. ഹദീസുള്ളതിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക, മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട് എന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ, നമ്മുടെ 2ാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഗാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹീഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹീ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. അപ്പൊ 2004 വളരെ വ്യക്തമായിട്ട് യാ ഇബാദല്ലക്ക് നമ്മൾ മറുപടി പറഞ്ഞു, അത് ദുർബലമാണ്, ലഈഫാണ്, സഹീഹ അല്ലാത്തത് വാദപുതിയാത്തിൽ ഉദ്ധരിക്കാൻ പറ്റൂല. പിന്നെ ഇനി സഹീഹാണെന്ന് വന്നാൽ പോലും, കാരണം അവർ അടുത്ത ചോദ്യം അതായിരിക്കും, ഇമാം അഹ്മദ് ചെയ്തില്ലേ, ഇമാം നബി ചെയ്ത്. അപ്പൊ അതിന് മുൻകൂട്ടി തന്നെ മറുപടിയാണ്, സഹീഹാണെങ്കിൽ പോലും തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല. അപ്പൊ അവരെ ഒന്നും കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. നബി പറഞ്ഞു മറ്റൊന്നും കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. കാരണം എന്താ? അവർക്കറിയാം അതിൽ ഇസ്തിഗാസ അല്ലാതെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ കൊടുത്ത മറുപടി മലക്കുകളുണ്ടെങ്കിൽ മലക്ക് കേൾക്കട്ടെ, ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേൾക്കട്ടെ എന്ന അർത്ഥത്തിലാണ്. ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവരോടാണ്, അതിൽ ശിർക്കില്ല. ഈ മറുപടി തെറ്റാണെന്ന് ഈ കഴിഞ്ഞ 8 കൊല്ലത്തിനിടക്ക് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ 2012 പുതിയ തൗഹീദുകാർ പറയാണ് സക്കരിയ സലാഹി എന്ന് പറഞ്ഞത് തെറ്റാണ്, എന്തെങ്കിലും തിരുത്തി കൊടുക്കാഞ്ഞ്. അന്നത് ചർച്ചയായിട്ടില്ല. എന്തൊരു ന്യായം നോക്ക്. അന്ന് ചർച്ച ആയതല്ലേ ഇവിടെ കേട്ടത്? അനീഫ ഗായക്കൊടിയോട് അടുത്തില്ലേ, മദീദ് സലാഹില്ലേ, ആലിമുൽ അല്ലാമ ഹംസബാഖവില്ലേ? എന്നിട്ട് എന്തേ പറയാഞ്ഞത്? എന്തേ തിരുത്തി തരാഞ്ഞത്? അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ കൊടുത്ത മറുപടി ലോക സലഫി പണ്ഡിതന്മാരുടെ മറുപടിയാണ്, എന്റെ വകയായി പറഞ്ഞതല്ല. അങ്ങനെ വക പറയാൻ പറ്റിയ ആളല്ല ഞാന്. ലോക സലഫി പണ്ഡിതന്മാർ ആ ഹദീസിന് കൊടുത്ത മറുപടിയാണത്. ഇത് 2007 ഏപ്രിൽ മാസത്തില്
ജബ്ബാർ മൗലവി എഴുതി. അനസ് മൗലവി പറയുന്നു, ഞങ്ങൾ പോയി അദ്ദേഹത്തോട് തിരുത്താൻ പറഞ്ഞു, അദ്ദേഹം തിരുത്തിയില്ല. ശിർക്കാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോ? എന്താ തിരുത്താൻ പോയ കഥ എന്നറിയോ? അനസ് മൗലിനോട് ജബ്ബാർ മൗലവി ക്ലാസ് എടുത്തോട്ട്, മോനെ അതിൽ പ്രാർത്ഥന ഇല്ല. അപ്പൊ എനിക്ക് ഖഫാ നീങ്ങി, അവ്യക്തത നീങ്ങി. എന്നിട്ട് മൂപ്പര് ചർച്ചയിൽ നിന്ന് മാറുന്ന അപ്പുറത്തേക്ക് കൊണ്ടോട്ടി എയർപോർട്ടിനടുത്ത മൗലിന്റെ വീട്. പ്ലെയിൻ ഇങ്ങനെ പൊങ്ങണമെന്ന് നോക്കി നിൽക്കുക. ആര്? അനസ് മുസ്ലിയാര്. എന്നിട്ട് മൂപ്പര് 2007 മുതൽ ന്യായീകരിച്ച് പ്രസംഗിച്ചു. കാരണം മൂപ്പർക്ക് ബോധ്യായി അതിൽ ശിർക്കില്ല. എന്നിട്ട് ഇപ്പൊ പറയാണ്, അങ്ങനെ തെറ്റാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശിർക്കാണ് നിങ്ങൾ പറഞ്ഞോ? എന്നാ പിന്നെ നിങ്ങൾ ന്യായീകരിക്കാൻ പാടുണ്ടോ? ശിർക്ക് പ്രചരിച്ച ഒരാളെ നിലനിർത്താൻ പാടുണ്ടോ? അബ്ദുൽ ജബ്ബാർ മൗലവി ജമിയത്തിന്റെ ഫത്വ ബോർഡിലുണ്ടെന്ന് അയാൾ ഒഴിവാക്കിയോ? ജമിയത്തിന്റെ സ്ഥാപനമായ ജാമിയ സലഫിയയിൽ അഫ്ദൽ ഉലമ കഴിഞ്ഞ കുട്ടികൾക്കുള്ള ദഅ്വാ കോഴ്സിലെ പ്രധാന അധ്യാപകനാണ് അദ്ദേഹം. എന്തായി പറയുന്നത്? ശിർക്കുള്ള ഒരാളെ വെച്ചുകൊണ്ടിരിക്കേ. അപ്പൊ സുഹൃത്തുക്കളെ, അതൊക്കെ ഇപ്പോൾ പറയുന്ന ന്യായമാണ്. 2009 പോലും അനസ് മുസ്ലിയാര് ഇസ്തിഖാമ എന്ന പേരിൽ ചന്ദിരൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയെ സ്റ്റേജിലിരുത്തി ന്യായീകരിച്ചത് കേട്ടോളൂ നിങ്ങൾ. സക്കരിയ സലാഹി അതിനെ ന്യായീകരിച്ചെന്നാ പറഞ്ഞത്. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അപ്പൊ അനസ് മൗലവിയും അനീഫ് കായക്കൊടിയും അബ്ദുൽ ജബ്ബാർ മൗലവി സ്റ്റേജിലെത്തി ന്യായീകരിക്കുകയാണ്. അതിൽ ശിർക്കുണ്ടെങ്കിൽ അവർ പറയാൻ പാടുണ്ടോ? ന്യായീകരിക്കാൻ പാടുണ്ടോ? ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? ജിന്നിനോട് പ്രാർത്ഥിക്കണം എന്ന വാദം ജബ്ബാർ മൗലവിക്കില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ആ എഴുതിയതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാ അതെന്നെ പറഞ്ഞത് കേട്ടോളൂ. അമ്പലക്കടവിന് മറുപടി. ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമേ പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മൾ നടന്ന മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോടുള്ള മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുന്നു. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ടിങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷപ്പിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത്. കണ്ടോ? ആ വാചകം കോട്ടിമാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു.
ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? ഇപ്പൊ പറഞ്ഞത് എവിടുന്നാ കിട്ടി? ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അപ്പോ ഇതൊക്കെ മനസ്സിനോട് അങ്ങോട്ട് ചോദിക്കാം. ഇതൊക്കെ എവിടുന്നാ കിട്ടിയത്? എവിടുന്ന നിങ്ങൾക്ക് കിട്ടിയത് ആ വാചകത്തിന്? ഇപ്പൊ നിങ്ങൾ 2012 ശിർക്കാക്കിയല്ലോ. അപ്പൊ എവിടുന്നാ കിട്ടിയത്? അപ്പൊ ഇനി നിങ്ങൾ SKSF ഓഫീസിൽ പോയിട്ട് മാപ്പ് പറയണം. കമ്പലക്കടവ് പൈസ അന്ന് പറഞ്ഞത് തെറ്റാണ്, കളവ് എന്ന് നിങ്ങളെ പറ്റി പറഞ്ഞത് അത് ശരിയായിരുന്നു. നിങ്ങൾ പറഞ്ഞതിൽ പ്രാർത്ഥന ഉണ്ട് കേട്ടോ, പ്രാർത്ഥന ഉണ്ട്. ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മൽക്കുണ്ടെങ്കിൽ മൽക്ക് കേട്ടോട്ടെ. ഇപ്പൊ പറയാണ്, ആര് പറഞ്ഞത് ജിന്നുണ്ട് മലക്കുണ്ട്? നിങ്ങൾ പറ, നിങ്ങൾക്ക് എവിടുന്നത് കിട്ടിയത്? ആകാശത്തുനിന്ന് പ്രത്യേക വഹയെത്തിയതാ? ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ അന്ന് ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മൽക്കുണ്ടെങ്കിൽ മൽക്കും കേട്ടോട്ടെ എന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞാൽ അതിൽ അബൗദികതയില്ല, ശിർക്കില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുളുപ്പില്ലാതെ തൊലിക്കെട്ടിന്റെ ഊക്ക് നോക്കണം. ഇവിടെ വന്നിട്ട് ഇയാൾ പ്രസംഗിക്കുക, ആ വാചകത്തിന് ശിർക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലാത്തോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ആദ്യ ഭാഗത്ത് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത് എന്താ പറഞ്ഞത്? എന്റെ വിളി കേൾക്കുന്നത് ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? മൽക്കുണ്ടെങ്കിൽ മൽക്ക് കേട്ടോട്ടെ, ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ കേട്ടോ. എന്നിട്ട് ഇപ്പൊ എന്താ പരാതി തരുമോ? നാവിനുള്ള വേറൊരു സലാഹിണ്ടല്ലോ അവിടെ അല്ലേ? ഇപ്പൊ തിരുവനന്തപുരത്ത് പൊളിക്കാൻ അങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. എന്താ പറയണത്? ഇപ്പൊ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ, ആയത്തും ഹദീസൊന്നുമില്ല. ഈ ക്ലിപ്പൊന്നും ആയത്തിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഇത് രാമായണത്തിന്റെ ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിലാ? നിങ്ങള് നമ്മുടെ ആദർശമാണെന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രസംഗിച്ച ക്ലിപ്പാടുന്നത്. അപ്പൊ ഇതൊന്നും ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? നിങ്ങളാണ് ഇവിടെ പുതിയത് കൊണ്ടുവരുന്നത് എന്ന് തെളിയിക്കുക. ഞങ്ങള് മുജാഹിദുകളെ മുശ്രിക്കാക്കാൻ വേണ്ടി നിങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് തൗഹീദിന്റെ ആയത്ത് ഇങ്ങനെ ഓതുക. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ജിന്നൂരി പഠിച്ചു വെച്ചോ, ഇൻ തദ്ഉഹും ലാ യസ്മഊ ദുആക്കും. ഉളുപ്പില്ലാതെ ജാമിയയിൽ വെച്ച് നിങ്ങൾ ചെയ്തതല്ലേ? ആദ്യം നമ്മളെന്ന് മുശ്രിക്കാക്കി ചിത്രീകരിക്കുക, എന്നിട്ട് ഖുറാഫികളെ ഇതിൽ ഓതുന്ന ആയത്തൊക്കെ ഇങ്ങനെ ഓതുക. ആളുകൾ ഇങ്ങനെ തരിച്ചിരിക്കുക, എന്തായി കേൾക്കണ്, ഇവരൊക്കെ ഇങ്ങനെ ശിർക്കിലേക്ക് പോയോ? എന്നിട്ട് ജിന്നിനോട് സാധനം ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറയുന്ന ഫത്വ ഇങ്ങനെ വായിക്കുക. ആട്ടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന നിന്യാവഹമായ കുതന്ത്രമാണ് അത്രയും മാസലയുടെ നേതൃത്വത്തിൽ അനസ് മുസ്ലിയാരും അതുപോലെയുള്ള കോക്കസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയിക്കുകയില്ലത്. കഴിഞ്ഞ സംഘടനാ പ്രശ്നത്തിന്റെ കാലത്ത് ജമിയത്തുൽ ഉലമാ വിശദീകരണം എന്നും പറഞ്ഞ് നേതാക്കൾ വന്നിരുന്ന് പറഞ്ഞപ്പോ ആളുകൾ ബോധ്യം വരികയും സംഘടനയുടെ കൂടെ നിൽക്കുകയും ചെയ്തത് തെളിവുണ്ടായത് കൊണ്ടാ. അല്ലാതെ ജമിയത്തുൽ ഉലമാ ബോർഡ് വെച്ചാൽ എല്ലാവരും എന്റെ ബാക്കിൽ ഇങ്ങനെ വെയ്യാമ്പാറ്റകള് റാന്തൽ വിളക്കുമ്പോ വന്ന് ബഹുണമാരി ബഹുന്ന് വിചാരിച്ചങ്ങള്. അത് മുജാഹിദുകളെക്കല്ല, മുജാഹിദുകൾ ആദർശത്തിന്റെ കൂടെ നിൽക്കുക. സക്കരിയ സലാഹി എന്താ പറയണു, ഹുസൈൻ സലഫി എന്താ പറയണു നോക്കിയിട്ടല്ല, തെളിവാരെയൊക്കെ എന്നാ നോക്കുക. തെളിവിന്റെ കൂടെ ആളുകൾ നിൽക്കുക. ഇപ്പൊ വേറൊരു വാദം എന്താന്ന് നിങ്ങള് അങ്ങനെ ഇപ്പോ ആ ജിന്നിന് അങ്ങനെ ഭൗതികമായി സഹായിക്കാൻ കഴിയുന്ന എവിടെ തെളിവ്? അതിന്റെ കൈവിൽ പെടാത്ത ചോദിക്കലല്ലേ ശിർക്കല്ലേ? അതൊരു പുതിയ വാദം. നമ്മൾ ചോദിക്കട്ടെ, ഈ ഹദീസിന്റെ വ്യാഖ്യാനം പറഞ്ഞ ഇത് മരിച്ചുപോലെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി ഉദ്ധരിച്ച സൂഫികൾക്ക് ഖുബൂരികൾക്ക് മറുപടി പറഞ്ഞ ഒരൊറ്റ സലഫി പണ്ഡിതൻ ആ ചോദിക്കുന്നത് ജിന്നിന്റെ കഴിവിനപ്പുറത്തുള്ളതാണ്, അതുകൊണ്ട് ശിർക്കാണെന്ന് പറഞ്ഞ ഒരൊറ്റ ഉദ്ധരണി അവർക്ക് ആർക്കും തൗഹീദ് മനസ്സിലായില്ല. നമ്മൾ ഇത്രയും കാലം പറഞ്ഞെന്താ, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഒരു ത്വായിഫത്ത് എപ്പോഴും ഹക്കിന്റെ മേലിൽ പ്രത്യക്ഷപ്പെട്ടും വെളിവായി നിൽക്കുന്നതാണ് അല്ലെ? ഫിർഖത്തുൻ നാജിയ എല്ലാ കാലത്തും ഉണ്ടാവുന്നില്ലേ? അവരിലൂടെയാണ് നമുക്ക് ഈ തൗഹീദ് കിട്ടിയത്. അവർക്കൊന്നും തൗഹീദ് തിരിഞ്ഞില്ല എന്നായി പറയുന്നത്. നോക്കണം നിങ്ങൾ. അപ്പൊ സുഹൃത്തുക്കളെ, അബ്ദുൽ ജബ്ബാർ മോലി 2007 ഏപ്രിലിൽ എഴുതിയത് ശിർക്കല്ല. കാരണം അത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിൽ പറഞ്ഞ തത്വമാണ്. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് ജബ്ബാർ മോലി അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഹദീസ് പറയാതെ തന്നെയും ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ തൗഹീദിലെ ഒരു തത്വം അത് നമ്മൾ മൊത്തത്തിൽ പറയാറുണ്ട്. അബ്ദുറഹ്മാൻ സലഫിയോട് ജാമിയയിൽ വെച്ച് ചോദിച്ചു ഒരു കുട്ടി 2009 ഇപ്പൊ തിരുത്താൻ പോയ ആളാണല്ലോ. ജബ്ബാറുൽ തിരുത്താൻ പോയിട്ട് ശിർക്കാന്ന് ബോധ്യപ്പെട്ട ആളാ. 2009 വീണ്ടും ന്യായീകരിക്കുക.
എന്തിനു വേണ്ടി? ജബ്ബാർ മോളികൾക്ക് വല്ലതും തന്നിരുന്നോ? സാധാ ഒരു LP സ്കൂൾ അധ്യാപകനായിട്ട് ചെരിഞ്ഞ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അസാധുവായ മനുഷ്യൻ, അദ്ദേഹങ്ങൾക്ക് വല്ല പൈസ തന്നെ താങ്കൾ ന്യായീകരിച്ചത്? എന്താ ഈ പറയണത്? 2009 ജാമ്യയിൽ വെച്ചൊരു കുട്ടി ചോദിക്കാണ്, വിജനമായ സ്ഥലത്തുനിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? ഹദീസ് ഒന്നും കുട്ടി പറഞ്ഞിട്ടില്ല, യാ ഇബാദല്ല മിണ്ടിയിട്ടില്ല. പക്ഷേ യാ ഇബാദല്ലയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി മറുപടി കൊടുക്കുകയാണ്. കേട്ടോളൂ. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്, പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ, ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അതാണ് ശിർക്ക്. ഇവിടെ ഒരാൾ എഴുതി തന്നിട്ടുണ്ട്, സൃഷ്ടികളെ കൈവിൽപ്പെട്ട കാര്യം സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന തത്വത്തിൽ ജിന്നും മലക്കും പെടുവോ? ഖുർആനും സയ്യാദീസും തെളിവ് ധരിക്കാമോ? അതിന്റെ മറുപടി അപ്പ സലഫി പറഞ്ഞേ. മനസ്സിലായില്ലേ? അത് മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പറഞ്ഞു പോന്നിട്ടുള്ള സംഗതിയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനോ അല്ലെങ്കിൽ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായി ഉപദ്രവിക്കാനോ കഴിയും എന്ന വിശ്വാസത്തിൽ അങ്ങനെയുള്ള സഹായം ചോദിച്ചാൽ അതാണ് ശിർക്ക്. കാരണം അത് മാത്രമേ ശിർക്കായിട്ട് ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഖുർആനിൽ നിർവചനം പറയുന്ന സ്വഭാവമല്ല, ശിർക്ക് എന്താന്ന് വിവരിക്കും. ആ വിവരിച്ച വിഷയങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ സഹായം ചോദിക്കലാണ് ശിർക്ക്. അത് ഉപരി വിവരിച്ചു. കാരണം മടവൂരികൾ പറയുന്നത് സൃഷ്ടികളെ കഴിവിന് അതീതം എന്ന് നിങ്ങൾ ഈ അടുത്ത കാലത്ത് ജിന്നിന്റെ വിഷയം വന്നപ്പോൾ പുതുതായി കണ്ടുപിടിച്ചാണ്. പണ്ട് നമ്മൾ പറഞ്ഞത് മനുഷ്യ കഴിവിന് അതീതം എന്നാണ്. എന്നാൽ അത് രണ്ടും വൈരുദ്ധ്യമല്ല എന്നാണ് ഇനി അദ്ദേഹം സമർത്ഥിക്കുന്നത്. കേട്ടോളൂ. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതിനെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. അവ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമല്ല. വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് ഇപ്പൊ ഈ കോക്കസ് പ്രചരിപ്പിക്കുന്നത്. മനുഷ്യ കഴിവിന് അതീതം എന്നതാണ് പഴയ നിർവചനം. ഇപ്പോൾ ജിന്നിന്റെ വിഷയം വന്നപ്പോ സൃഷ്ടികളുടെ കഴിവിന് അതീതം എന്നാക്കി എന്ന് സലാം സല്ലമി പറഞ്ഞു നടന്നു. 2007 അമ്പലക്കടവ് ഫൈസ ഏറ്റുപിടിച്ചു. അന്ന് ഞാൻ കൊടുത്ത മറുപടി ഇതാ, അമ്പലക്കടവ് ഫൈസയുടെ അന്തം കെട്ട ചോദ്യങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം നമ്മൾ പുറത്തിറക്കിയിരുന്നു. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടികളെ കഴിവിന് അതീതം എന്ന നിർവചനം ഇബാദത്തിന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൊടുത്തത് 1944 ഇറങ്ങിയ അത്തൗഹീദ് എന്ന അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂരിന്റെ പുസ്തകത്തിലുണ്ട്. 1950 MCC അബ്ദുറഹ്മാൻ മൗലവി KJUവിന് വേണ്ടി എഴുതി കൊടുത്ത ആ പരപ്പരം സംവാദവുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തിലുണ്ട്. 25 കൊല്ലം മുമ്പ് നടന്ന നമ്മുടെ കൊട്ടപ്പുറം സംവാദത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തെളിയിച്ചത് പുതിയതല്ല എന്ന്. ഈ പുസ്തകത്തിൽ അവരുടെ 25 ചോദ്യങ്ങൾക്കുള്ള മറുപടി പകരം 50 ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ഖുറാഫികൾ ഇതിന് മറുപടി ഇറക്കിയിട്ടില്ല. നിങ്ങൾ വായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇത് രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യമല്ല. മനുഷ്യ കഴിവിന് അതീതം എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ കഴിവിന് അതീതം വ്യത്യാസമല്ല. കാരണം മനുഷ്യരോടാണ് ഇവിടെയുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ബദരീങ്ങള്, മൊയ്യദ്ദീൻ ശൈഖ്, മമ്പർത്തങ്ങള്, ഭീമാ വിവിധൊക്കെ മനുഷ്യരാണ്. അപ്പൊ അവരെ കഴിവിനപ്പുറത്ത് അവരോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. അതേസമയത്ത് പൊതുവായി പറയുമ്പോ സൃഷ്ടികളെ കഴിവിന് അതീതം എന്ന് പറയാറുണ്ട്. ഇനി വിജനപ്രദേശത്തെ കുറിച്ച് മൂപ്പര് വിശദീകരിക്കണോളി. മൂന്നാമത്തെ കാര്യം,
ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ, മിൻ ഹൈസു ലാ തറൗനഹും ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹുന്ന. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവര്. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക, അപ്പോൾ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എൻ്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്, അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫലത്തിനെ വിളിച്ചിങ്ങാണ്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് അന്നഹൂക്കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബി റിജാലിൻ മിനൽ ജിന്നി, ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ, അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്ത് വെച്ചിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. അപ്പോ ആരെയാണ് വിളിക്കുന്നത്? ജിന്നാണ്, മലക്കാണ്, ഔലിയാക്കളാണ്, ഉമ്മയാണ്, ഉപ്പയാണ്, പലതും നമുക്ക് പറയാം. പക്ഷെ ഈ വിളിക്കുന്ന ആളോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൂട്ടർ നിയ്യത്ത് വെക്കുന്നില്ല. അപ്പൊ ജിന്നും മലക്കും മൂപ്പര് പറഞ്ഞവിടെ. പിന്നെ മൂപ്പര് പറഞ്ഞു സഹായം പലരിലും കിട്ടും. ഇപ്പോ ഹഫലത്തിന്റെ മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. നമ്മളെ കാക്കാൻ അള്ള ഏൽപ്പിച്ച മലക്കൾക്ക് ഹഫലത്ത് എന്ന് പറയാ. പക്ഷേ മലക്കളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടല്ല. അതുപോലെ ജാഹിലിയ്യ കാലത്തുള്ള ആളുകൾ ജിന്നിനോട് സഹായം തേടിയിരുന്നു, അഭയം തേടിയിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ ഇവിടെയുള്ള കാഫിർ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നും ഇവിടുത്തെ ജിന്ന് നേതാവിനോട് എന്റെ കുട്ടികളെ, എന്റെ സമ്പത്തിനെ, എന്റെ കാലികളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. അതൊരു പ്രാർത്ഥനയാണ്. ആ രീതിയിലേക്കോട്ട് പോകാനും പാടില്ല എന്ന് മൂപ്പര് പറഞ്ഞു. അപ്പൊ ജിന്നും മലക്കും മൂപ്പര് സംസാരത്തിലുണ്ടോ ഇല്ലേ? നിങ്ങൾ പറയും. അപ്പൊ ജിന്നാണ് മലക്കാണ് എന്ന് ഇയാൾ പ്രത്യേകിച്ചൊരു വിഭാഗത്തെ ലക്ഷ്യം വെക്കാതെ തന്നെ ജിന്നും ആകാം മലക്കും ആകാന്ന് മൂപ്പര് സൂചിപ്പിക്കാം. ഇവിടെ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യാഇബാദുല്ലാഹി അയ്നൂനി എന്ന ഹദീസ് ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഒരു തത്വം ഇവിടെ വിവരിക്കാൻ. ഇത് തന്നെയാണ് ജബ്ബാർ മൗലവി ചെയ്തിട്ടുള്ളത്. ഒരു തത്വം വിവരിച്ചു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള തത്വം. ഇനി അൽ ഇസ്ലാഹ് മാസികയിൽ വന്ന ലേഖനത്തെ കുറിച്ച് മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അവസാനം ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. അപ്പൊ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ തിരുത്തിയിട്ടുമുണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞോ? 2009 പോലും അത് ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല, തിരുത്തി എന്നാ പറഞ്ഞത്. തിരുത്തല്ല എന്ന് അനസ് പറയുന്നുണ്ട് ബഹ്റൈനില്. നേരത്തെ കാണിച്ച റഷീദ് കല്ലേരിന്റെ ക്ലിപ്പില്ലേ, അതിന്റെ ബാക്കിയില്ല. അത് തിരുത്തല്ല, വിശദീകരണമാണ്. ഇപ്പം ആകെ വൈരുദ്ധ്യമായി. 2012 പുതിയ തൗഹീദ് കൊണ്ടുവന്നപ്പോ വൈരുദ്ധ്യത്തോട് വൈരുദ്ധ്യം. ഇതൊന്നും സക്കരിയ സലാഹി കൊണ്ടുവന്നതല്ല. ഞാൻ ഇതിനെ സംബന്ധിച്ച് വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ. അനസ് മുസ്ലിയാരാണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അബ്ദുറഹ്മാൻ സലഫി.
ഇനി നോക്കൂ നിങ്ങൾ, ഇപ്പൊ പറഞ്ഞെന്തറിയോ, കള്ള ഹദീസും പിടിച്ചിട്ട് വിജനമായ മരുഭൂമി ചെന്ന ജിന്നിനെ വിളിക്കാൻ വേണ്ടി കള്ള ഹദീസും പറഞ്ഞിട്ട് മുവഹിദുകളെ മുശ്രിക്കാക്കാൻ നടക്കുന്നു എന്നാണ്. മുശ്രിക്കാക്കൽ സമ്മേളനം 30-ാം തീയതി ആഗസ്റ്റ് 30-ന് നടന്നല്ലോ ജാമ്യയിൽ. രാത്രി 12:30 ആളുകൾ ഉറങ്ങാൻ അനുവദിക്കാതെ ഇയാള് ചീറുന്നത് കേട്ടോളൂ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. കണ്ടോ, ആരാ നിന്നെ പഠിപ്പിച്ചത്? അപ്പൊ ആരോ ഇവിടെ മരുഭൂമി ചെന്ന ജിന്നിനെ വിളിക്കണമെന്ന് ദുർബല ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് കേൾവിക്കാരെ ധരിപ്പിക്കുക. എന്നിട്ട് നിഴൽ യുദ്ധം, ആരുമില്ലല്ലോ, ഭയങ്കര വെല്ലുവിളി നടത്താലോ. ആളില്ലാത്ത പ്രശ്നം ഗോളടിക്കല്ലേ. നല്ല ധൈര്യം കൊണ്ടുപോട അങ്ങോട്ട് മുഹദ്ദിസ് ചെയ്യുന്നുണ്ട് ചേറുക. ചില സ്ഥലത്ത് എന്നാ മുമ്പിൽ കരയും. മഞ്ചേരിയിൽ കരച്ചിലേത്, അയാളൊരു കരച്ചില് സക്കരിയാനതിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ സഹിച്ച ത്യാഗങ്ങൾ കണ്ട് കരയേണ്ടടുത്ത് കരയും, ചീറേണ്ടടുത്ത് ചീറും. അതാണ് നാടക നടന്മാരുടെ പ്രധാന സ്വഭാവം. നല്ല സൂപ്പർ സ്റ്റാറുകളാ 3 എണ്ണോ കണ്ടങ്ങള് ചേറുക. എന്നാൽ സുഹൃത്തുക്കളെ, ആ കള്ള ഹദീസ് ആരാണ് എന്നെ പഠിപ്പിച്ചത് എന്നാ ചോദിച്ചത്. എന്നെ പഠിപ്പിച്ച മുഹദ്ദിസിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് സംബന്ധമായൊരു ചോദ്യം കൂടി കേട്ടോ നിങ്ങൾ ആദ്യം. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റു 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേട്ടില്ലേ ചോദ്യം? തിരുവനന്തപുരത്തുകാരൻ അബ്ദുറഹ്മാൻ പിള്ള ചോദിക്കാണ്. 2009 ചോദ്യം. എന്താ ചോദ്യം? ശിർക്ക് KNM ചെയ്താലും ശിർക്ക് തന്നെയല്ലേ, അമലൊക്കെ പൊളിഞ്ഞു പോകുന്നു പറഞ്ഞ് ശരിയാണല്ലോ. എന്നാൽ വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് തന്നെ ചോദ്യകർത്താവിന് അത്ര ലഭ്യമല്ല. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, മൂപ്പരത് പ്രാർത്ഥനയായിട്ട് അവതരിപ്പിച്ചത്, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം മാസിയിലും വന്നിട്ടുണ്ട്. അതിനാൽ അതിൽ ശിർക്കുണ്ടോ? എന്താ ചോദ്യം? ശിർക്കുണ്ടോ? ഇനി കണ്ടോളൂ നിങ്ങൾ, എന്നെ പഠിപ്പിച്ച മുഹദ്ദിസ്, അദ്ദേഹത്തെ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ആരാടാ നിന്നെ പഠിപ്പിച്ചത്? കൊണ്ടുപാടാന്നല്ല, അയാളെ കാണാൻ പോവാണ്. എന്നെ പഠിപ്പിച്ച ആള്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത്, ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ,